Hi friends, welcome to my food diary. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലഡു ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ട് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ ബുദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പിന് 1.5 കപ്പ് കടലമാവ്, അതായത് 250 ഗ്രാം കടലമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അതിലേക്ക് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കളറൊന്നും ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടിയാണ് അതിന് വേണ്ടിയിട്ട് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ ഫുഡ് കളറൊന്നും ഇതിന് ചേർക്കേണ്ട ആവശ്യമില്ല. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ തന്നെ നല്ല ഒരു മഞ്ഞ കളർ, അതിൻ്റെ കറക്റ്റ് ലഡുവിൻ്റെ കളർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതൊന്ന് കലക്കിയെടുക്കാം. നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയും ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു വിസ്ക് വെച്ച് നല്ലതുപോലെ ഇളക്കിയെടുത്താലും മതി. കട്ട പിടിക്കാതെ തന്നെ ഇളക്കിയെടുക്കണം. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറാൻ പാടില്ല. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ അളവ് അനുസരിച്ച് വേണം ഒഴിക്കാൻ. വെള്ളത്തിൻ്റെ അളവ് നമുക്ക് പറയാൻ കഴിയില്ല. ഇതുപോലെ നല്ലതുപോലെ കട്ടയൊന്നും പിടിക്കാതെ നല്ലതുപോലെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് കലക്കിയെടുക്കണം. ഇത് കൂടാനും പാടില്ല, ഇതിൽ നിന്ന് കുറയാനും പാടില്ല. ഒരുപാട് കട്ടിയായിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ബുദ്ധി ഉണ്ടാക്കുന്നത് കറക്റ്റായിട്ട് വരുത്തിയല്ല. അപ്പം നമുക്ക് ഇതേപോലെ ഒരു പാനിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. അത് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതുപോലെ ഒരു കിഴുത്തുള്ള ഒരു തവിക്കകത്തോട്ട് മാവ് ഒഴിച്ചു കൊടുക്കണം നമുക്ക്. അങ്ങനെയാണ് നമ്മൾ ബുദ്ധി ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ തീരെ ചെറിയ തവിയായിരിക്കും. നമ്മളുടെ കയ്യിൽ വലുതുണ്ടെങ്കിൽ ഒന്നും കൂടെ എളുപ്പമായിരിക്കും. ഞാൻ ഇതിനകത്തോട്ട് ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഒഴിക്കരുത്, ഇങ്ങനെ മാറ്റി കൊടുക്കണം. എങ്കിലേ അത് കറക്റ്റായിട്ട് വരികയുള്ളൂ. അതുപോലെ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാനെ കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ സമയത്ത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുകയില്ല. ഇത് ഒരുപാട് സോഫ്റ്റായിട്ടും എടുക്കാൻ പാടില്ല, ഒരുപാട് ഡ്രൈ ആവാനും ഇത് പാടില്ല, ഒരുപാട് മൂത്ത് പോകാനും പാടില്ല. മൂത്ത് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര കട്ടിയായി പോകും. സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിനകത്ത് എണ്ണ കുടിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു പരുവം, ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്ക് നമുക്കിത് കോരി മാറ്റാം. ഇപ്പോൾ നമ്മളുടെ ബുദ്ധി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് പൊടിക്കത്തില്ല, നമ്മൾ ഒരു മുക്കാൽ പരുവത്തിന് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം നല്ലതുപോലെ ഉണങ്ങിയ ഒരു വെള്ളമൊന്നും ഒട്ടും ഇല്ലാത്തതുപോലെ നല്ലപോലെ തുടച്ചെടുത്തിട്ട് മിക്സിക്കകത്തോട്ടിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. നമ്മളിത് പൊടിക്കാൻ വേണ്ടി എടുക്കുമ്പം ഇതുപോലെ ഒരു 4 ഗ്രാമ്പ് കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു മുക്കാൽ പരുവത്തിനാണ് നമ്മളിത് പൊടിച്ചേക്കുന്നത്. നല്ലപോലെ അങ്ങ് പൊടിക്കുമല്ല, ഒരു മുക്കാൽ പരുവത്തിന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അപ്പം നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ആ 1 കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു 1/4 കപ്പ് വെള്ളം, 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഇതൊന്ന് നല്ലതുപോലെ കുറുകി വരണം. ഒരുപാട് കുറുകി വരരുത്. അതായത് ഞാൻ അതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം.
പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഇതിനകത്തോട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 30 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ ആ ഷുഗർ സിറപ്പ് എല്ലാം നല്ലതുപോലെ ബൂന്തിക്കകത്ത് നല്ലതുപോലെ പിടിച്ച് നല്ലപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നിർബന്ധമില്ല ഇങ്ങനെ ചേർത്ത് ഇളക്കണമെന്ന് നിർബന്ധമില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉരുട്ടിയെടുത്തതിന് ശേഷം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം അതിൻ്റെ 1-2 അതിൻ്റെ മുകളിൽ വെച്ചാലും മതിയാവും. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ, ഉണക്കമുന്തിരിങ്ങ നമുക്കിതിനകത്ത് ചേർത്ത് ഇളക്കിയെടുക്കാവുന്നതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ എടുത്ത് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. നല്ലതുപോലെ നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. നല്ലതുപോലെ അതിൻ്റെ ആ ഒരു നെയ്യൊക്കെ ഇത് വന്ന് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഇത് ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്. അത് നല്ല ഗ്രാമ്പൂൻ്റെ ഏലക്കയുടെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇതുപോലെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷനായിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത് കാണാം. ബൈ.